എന്തുകൊണ്ടായിരിക്കും ചിലരെങ്കിലും ഞാൻ വചനം പറയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം? നിങ്ങളൊന്നും മിണ്ടാത്തത് എന്താ? നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിൽ തരാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു പ്രസംഗത്തിനകത്ത് എൻ്റെ തോന്നല്ലേ ഒരു 25 മുതൽ ചില ദിവസങ്ങളിൽ 40 വരെ വാക്യങ്ങൾ കാണും. ഉണ്ടോ ഇല്ലയോ? ശരിയാണോ? നിങ്ങൾക്ക് നോട്ട് പുറകിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരെ ഇങ്ങനൊരു റോങ് കമൻറ്റ് പറയാനുള്ള കാരണം? ഞാൻ പറയട്ടെ, സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളുടെ അനുഗ്രഹത്തിന് അത് തടസ്സമാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഞാൻ പ്രസംഗിക്കാറില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്. രണ്ടാമത്തെ കാരണം നിങ്ങൾക്കറിയോ? ഞാൻ പ്രസംഗിക്കുന്നത് അനുഗ്രഹമാണ്. ആര് ലിസണിങ്? ചിലരെല്ലാം എന്നോട് പറയാറുണ്ട്, ബ്രദറെ നമ്മുടെ പ്രത്യാശ സ്വർഗമാണ്. ഞാൻ നിങ്ങളോടൊരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജിജോയോടും കൂടെയുള്ള സഹോദരന്മാരോടും കൂടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ. സത്യത്തിൽ സ്വർഗവും അത്ഭുതങ്ങളും സത്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ശ്വാസം പോയോ? എടുത്തിരിക്കുന്നോട് ചോദിച്ചോ, ശ്വാസം പോയോ എന്ന് ചോദിച്ചു. ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. സ്വർഗവും, ഒന്നുകൂടെ പറയാം, നിങ്ങൾ കേട്ടില്ലേ? ചെവി തുറന്ന് കേട്ടില്ലേ? സ്വർഗവും അത്ഭുതങ്ങളും എന്തല്ലെന്നാ ഞാൻ പറഞ്ഞേ? ഇത് യൂട്യൂബിൽ പോവുക. നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയല്ലേ സഹോദരങ്ങളെ? ആദാമിനെ ദൈവം ഈ ഭൂമിയിലാക്കിയപ്പോൾ സ്വർഗം എന്നൊരു സങ്കല്പമേ ദൈവത്തിനില്ല. സ്വർഗം ഭൂമിയിലാകുക എന്നതായിരുന്നു ദൈവത്തിന്റെ സങ്കല്പം. നിങ്ങളുടെ ആമീൻ പറയാത്തത് എന്താ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു എന്ത്? ഈ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞത്. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ആ സ്വർഗവും അത്ഭുതങ്ങളും എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി നമ്മുടെ ലൈഫിലേക്ക് വന്നത്. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്തുവാ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചിലത് തിരികെ കിട്ടുന്നതാ. നമ്മൾ അനുഭവിക്കേണ്ടതായ ദൈവിക നന്മകൾ അനുഭവിക്കുന്നതിനെ നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ആദാം ജീവിച്ചിരുന്നതേ അത്ഭുതത്തിലായിരുന്നു. നിങ്ങളുടെ കയ്യടിയൊന്നും ഇല്ല ഇവിടെ. ഇന്ന് കയ്യടിച്ചു ആമീൻ പറഞ്ഞാട്ട്. എനിക്കിന്നൊരു അത്ഭുതം വേണം, എൻ്റെ പാണ്ട് മാറണം. പക്ഷെ പാണ്ടില്ലാത്തൊരു കാലത്തായിരുന്നു ആര് ജീവിച്ചിരുന്നത്? ആദാം ജീവിച്ചിരുന്നത്. ആദാമിന്റെ വയസ്സാകത്തില്ലായിരുന്നു. ആദാം എന്നും ചെറുപ്പമായി തന്നെ ഇരിക്കേണ്ടതായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രായം സൃഷ്ടിച്ചിരുന്നില്ലായിരുന്നു. നമ്മുടെ ആമീനൊക്കെ പോയോ? ആദ്യത്തെ മനുഷ്യൻ മരിക്കാൻ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടാൽ മരിച്ച 900 വർഷം കൊണ്ട് മരണത്തിന് അവൻ എന്ത് ചെയ്യാൻ പറ്റിയുള്ളൂ? കീഴടക്കാൻ പറ്റിയുള്ളൂ. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പോയോ? മനുഷ്യന് ദൈവം ആയുസ് കൊടുത്തല്ല സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അവനെ മരണം എന്നത് ഇല്ലാത്തൊരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചിരുന്നത്. മരണം വന്നതാണ് രോഗങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഒക്കെ കാരണമായ. നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാവോ? ചില ആളുകൾ എന്നോട് ചോദിച്ചു, ബ്രദർ എന്താ പ്രസംഗിക്കുന്നത്? സോ സിമ്പിൾ, ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഞാൻ അനുഗ്രഹമാണ് പ്രസംഗിക്കുന്നത്, ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അതിനിൽ നിന്ന് അനുഗ്രഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുക ചെയ്തേ. നമ്മുടെ ആമീൻ സ്തോത്രമൊക്കെ പോയാൽ എന്താ? അത് ഞാൻ പ്രസംഗിച്ചാൽ മതി. ഞാൻ പുതിയ ആദാമിൻ്റെ സൃഷ്ടിയിലുള്ളതാണ്. ആദാമിൽ ദൈവം പകർന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ പറയുക ഞാനത് അനുഭവിക്കാനും അതിൽ വളരുവാനും ഇടയാകും. നിങ്ങളൊന്ന് കൈയടി. ഇത് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണത്തുള്ളൂ. കുറച്ച് ടഫായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ന്യൂ ഇയർ മെസ്സേജിലേക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എൻ്റെ ഇടയിൽ ഒരു ചെറിയ ചിന്തയോടെ ദൈവം എനിക്ക് തന്നിരിക്കുക. ക്രിസ്തീയ വിശ്വാസികളോട് ചോദിക്കാവോ, എന്താണ് ക്രിസ്തീയതയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം?
നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും. 100 ഉത്തരം നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചു. അതാണ് ക്രിസ്തീയത. നമ്മളെപ്പോലെ ബ്ലെസ്ഡ് ആയ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? സർവശക്തൻ എന്ന് വിളിക്കുന്നവൻ, സകലത്തെയും ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയവൻ ഇപ്പൊ ആരുടെ ഉള്ളിൽ വസിക്കുമോ? ഒരു നല്ല ഹാലോലിയാ പറഞ്ഞത്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ വസിക്കുക, നമ്മുടെ കൂടെയാ. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മളോട് കൂടെ എന്നാ. പക്ഷെ ഒരു ചോദ്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? യേശു പറഞ്ഞ ഏറ്റവും പ്രധാന ഒരു വാക്കുകളിൽ ഒന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. യേശു ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അയാളിൽ ഉണ്ടാകുന്ന പ്രത്യേകത, അയാളിൽ ഒരിക്കലും, ശ്രദ്ധിച്ചു കേൾക്കൂ, ലോൺലിനെസ് ഉണ്ടാകത്തില്ല, ഏകാന്തത തോന്നത്തില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ, എന്നെ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഒരു ചോദ്യം സ്വയം ഒന്ന് ചോദിക്കാവോ? എപ്പോഴെങ്കിലും എന്നെ ഏകാന്തത ഭരിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന്, ഞാൻ പറയുന്നുണ്ട് യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ സ്റ്റിൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ ഏകാന്തത ഭരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിലുള്ള യേശുവിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ലോൺലിനെസ് ഉണ്ടോ? ഒറ്റപ്പെടലുണ്ടോ? ഹല്ലേലൂയ. യേശു ഒരാളുടെ ഉള്ളിലുണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ അയാൾ ഒരു നാളും ലോൺലിനെസ്സിലേക്ക് പോകത്തില്ല, ഒറ്റപ്പെടലിലേക്ക് പോകത്തില്ല. സമൂഹം മുഴുവൻ അയാളെ ഒറ്റപ്പെടുത്തിയാലും അയാൾ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കും. അവൻ പറയും, ലോകത്തിലുള്ളവനല്ല, സർവശക്തനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. മനുഷ്യർ എന്നോട് എന്തു ചെയ്യുമെന്ന് അവൻ ചോദിക്കും. അവനെ ലോൺലിനെസ് അവനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, അവനെ നിരാശ ഭരിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, അവനിൽ എന്തുണ്ടാകത്തില്ല? നിരാശ ഭരിക്കത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിരാശ ഭരിക്കത്തില്ല, ഒറ്റപ്പെടൽ ഭരിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങളിവിടെ വരുന്ന, പള്ളിയിൽ വരുന്ന, ആരാധിക്കുന്ന ദൈവപൈതല, പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഒറ്റപ്പെടൽ ഭരിക്കുന്നുവെങ്കിൽ, നിരാശ ഭരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്നുണ്ട് യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന്, പക്ഷേ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ പോലും ഒരിക്കലും പറയത്തില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല. അയാൾ പറയാം, ആരെല്ലാം എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. രാത്രിയിലെ ചന്ദ്രനെയോ, പകൽ പറക്കുന്ന അസ്ത്രത്തെയോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ എനിക്ക് ഭയപ്പെടാനില്ല. എന്റെ വശത്ത് 1000 പേരും, എന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, അവരൊന്നും എന്നെ തൊടത്തില്ല. കാരണം സർവശക്തന്റെ നിഴലിലാ ഞാൻ. അവനാണ് എന്റെ കൂടെ, അവന്റെ കൂടെ ഞാനായിരിക്കുന്നത്. ഓ, ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഒരാളുടെ അകത്ത് ലോൺലിനെസ് ഉണ്ടെങ്കിൽ അയാളോട് ഞാൻ പറയാം, അയാൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, അയാൾ പറയുന്നുണ്ട് യേശു ഉണ്ടെന്ന്, പക്ഷെ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചു പറ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ലോൺലിനെസ് ഉണ്ടെങ്കിൽ അടുത്ത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം, നിങ്ങളുടെ കോൺഫിഡൻസ് ലൂസ് ആകും. നിങ്ങളുടെ ധൈര്യം പോകും. പറ, എന്നാ പോകും? ധൈര്യം പോകും. പറ, ധൈര്യം പോകും. അടുത്തിരിക്കുന്നവരോട് പറ, എന്നാ പോകും? ധൈര്യം പോകും. സ്വയം ഒന്ന് ചോദിക്കാമോ, നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമുണ്ടോ? എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഏത് കാര്യത്തെയും മറികടക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ അകത്ത് ധൈര്യം പോയെങ്കിൽ അതിന്റെ അർത്ഥം, നിങ്ങളുടെ അകത്ത് ആ കോൺഫിഡൻസ് പോയെങ്കിൽ അതിന്റെ അർത്ഥം, കോൺഫിഡൻസിന്റെ ഉടയവനായ യേശു എന്റെ ഉള്ളിലുണ്ടെന്നുള്ള ധൈര്യം പോയിരിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് എവിടെയെങ്കിലും നഷ്ടമായോ?
നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായോ ഇല്ലയോ എന്ന് ഞാനത് പരിശോധിക്കട്ടെ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ഞാനത് പരിശോധിച്ചിട്ടോ ചോദിച്ചേ. സോ സിമ്പിൾ ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്, ആരാധിക്കുകയാണോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് നോക്കിയാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ആരാധനയാണ്? ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയും അയാൾ പറയുന്നത് അയാളുടെ പ്രശ്നങ്ങളാണ്. അയ്യോ ദൈവമേ, എൻ്റെ മോളിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അയ്യോ ദൈവമേ, എനിക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എൻ്റെ മോൻ വിദേശത്താണ്, എൻ്റെ മോൾ ബാംഗ്ലൂരാണ്, എൻ്റെ മോൾ സേലത്താണ്, എൻ്റെ മോൾ ചെന്നൈയിലാണ്, എൻ്റെ കണ്ണ് ചെല്ലാത്ത സ്ഥലമാണ്, എന്താകുമെന്ന് അറിയത്തില്ല. ആർ യു ലിസണിങ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കാണത്തില്ല. ആ സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ കരയാൻ തുടങ്ങും. അല്ല, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതിയെ മാറും. പ്രാർത്ഥന ഒരു സ്തുതിയാകാൻ തുടങ്ങും. നിങ്ങൾ പറയും, കർത്താവേ, എൻ്റെ കുടുംബത്തെ കരുതിയതിന് നന്ദി, എൻ്റെ കുഞ്ഞുങ്ങളെ കരുതിയതിന് നന്ദി. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറ. നിന്റെ പ്രാർത്ഥന ഒരു സ്തുതിയാകണമെങ്കിൽ നിന്റെ അകത്ത് ആ കോൺഫിഡൻസ് ഉണ്ടാകണം. Once again, നിന്റെ പ്രാർത്ഥന ഒരു സ്തുതിയാകണമെങ്കിൽ, ആ പ്രാർത്ഥന സ്തുതിയാകണമെങ്കിൽ ഒരു കാര്യമില്ല, ആ വ്യക്തിയുടെ അകത്ത് ദൈവന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടാകണം. ഞാൻ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മനസ്സിനെ പരിശോധിക്കുകയാണ്. സഹോദരങ്ങളെ, ദൈവമുണ്ട്, എൻ്റെ ഒപ്പം വസിക്കുന്നു എന്ന ഉറപ്പാണ് എൻ്റെയും നിങ്ങളുടെയും സക്സസിന്റെ രഹസ്യം. ഇവിടെ വന്ന് കൈയടിക്കുന്നതോ പാട്ട് പാടുന്നതോ അതൊക്കെ എൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ജോൺ ദാരു ബ്രദറിനെ കാണണം, തലേ തൊടണം. തൊട്ടില്ലെങ്കിൽ പ്രയാസമാണ്, തൊട്ടില്ലെങ്കിൽ സങ്കടമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ എൻ്റെ പ്രസംഗവും മറ്റു പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നത് യേശു നിന്റെ ഉള്ളിലുണ്ട്, യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു, യേശു നിന്റെ കൂടെ ഉണ്ട്. അതാണ് നിന്റെ കോൺഫിഡൻസ്. ഹല്ലേലൂയ. ഞാൻ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നു എന്നതല്ല എൻ്റെ കോൺഫിഡൻസ്. ഷോക്കിംഗ് വേർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഞാൻ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നു എന്നതല്ല എൻ്റെ കോൺഫിഡൻസ്. അതൊരു കോൺഫിഡൻസ് ആണ്, പക്ഷെ അതിനേക്കാൾ കോൺഫിഡൻസ് തെറ്റ് ചെയ്യാതെ എന്നെ സൂക്ഷിക്കുന്ന ഒരുവൻ എൻ്റെ അകത്തുണ്ട് എന്നാണ്. Come on, എഴുന്നേറ്റ് ആമേൻ പറ. ഞാൻ തെറ്റ് ചെയ്യാതെ എന്നെ സൂക്ഷിക്കുന്നു എന്നല്ല എൻ്റെ കോൺഫിഡൻസ്. എന്നെ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കുന്ന ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഓ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. അവൻ തന്നെ സൂക്ഷിക്കുന്നു. തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷിക്കുന്ന കാര്യമല്ല. 1 യോഹന്നാൻ 5:19-20 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ എന്നല്ല. എൻ്റെ അർത്ഥം എൻ്റെ അകത്തുള്ള, എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ഈ പുറമേയുള്ള മനുഷ്യനെ അവൻ്റെ സുരക്ഷിതത്തിൽ സൂക്ഷിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ വിശുദ്ധി അവനാണ്. അവനാൽ ഞാൻ ക്രിസ്തു യേശുവിൽ വസിക്കുന്നു. അവൻ തന്നെയാണ് എൻ്റെ ജ്ഞാനം. 1 കൊരിന്ത്യർ 1:30-31 വാക്യങ്ങൾ. അവനാണ് എൻ്റെ ജ്ഞാനം, അവനാണ് എൻ്റെ വിശുദ്ധി, അവനാണ് എൻ്റെ വീണ്ടെടുപ്പ്, അവനിലാണ് എൻ്റെ പ്രശംസ മുഴുവനും. എൻ്റെ പരിശ്രമത്തിലല്ല എൻ്റെ പ്രശംസ, പകരം യേശുവിലാണ് എൻ്റെ പ്രശംസ. നിങ്ങൾ ആരെങ്കിലും പറയുവാണ്, ഞാൻ ഉപവസിച്ചിട്ട് ഞാനതിനെ മറികടന്നു. സഹോദര, നീ നിന്നില്ല പ്രശംസിക്കുന്നേ. കർത്താവിൽ ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ മറികടന്നു. നീ കർത്താവിനെ ഉയർത്തുന്നേ. എന്താ നിങ്ങൾ കൈയടിക്കാത്തെ? കർത്താവിനെ ഉയർത്താത്ത ഒരു പ്രസംഗവും ക്രിസ്തുവിൽ നിന്ന് ഉള്ളത് അല്ല. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. എന്റെ ടോപ്പിക്ക് നീ മാറിപ്പോകുന്നില്ല. ഒന്നും കൂടെ ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞിട്ട് പറ, ഞാൻ ഒരു കാര്യം അറിയുന്നു, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശുവാണ് എൻ്റെ വിജയം. ഓ, അവനിൽ വിശ്വസിക്കുന്ന ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഓ, എന്റെ ജയം എന്റെ പരിശ്രമമല്ല, ക്രിസ്തുവിലുള്ളതാണ്. എന്നാൽ നമുക്ക് നല്ലതെന്ന് തോന്നാറുള്ള പലപ്പോഴും ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം. അത് കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നും.
അതുകൊണ്ടാണ് കൊളോസി ലേഖനം 2:12 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. നമുക്ക് എന്ത് തോന്നും? അത് ശരിയാണ്, ശരിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണം. ജ്ഞാനത്തിൻ്റെ വാക്കുകളായിരിക്കും അത്, പക്ഷേ അത് പ്രയോജനം ചെയ്യത്തില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മയോ അപ്പനോ ആരെങ്കിലും ഇതുവരെ പാപം ചെയ്യാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പനും അമ്മയും നമ്മളോട് പറഞ്ഞു തന്നു, മോനെ ആ പെങ്കൊച്ചൻ അങ്ങനെ നോക്കരുത്, ആ ചെറുക്കൻ അങ്ങനെ നോക്കാൻ നീ അനുവദിക്കരുത്, മോളെ നീ അങ്ങനെ ഡ്രസ്സ് ചെയ്യരുത്, മോളെ നീ അങ്ങനെ പെരുമാറരുത്, നീ കാലിൻ്റെ മേൽ കാല് വയ്ക്കുമ്പോൾ നിന്റെ നഗ്നത കാണരുത്. ഒരു ആമീൻ ഇല്ലേ? ആർ യു ലിസണിങ് ടു മീ? നിങ്ങളും ഞാനും അപ്പനും അമ്മയും നല്ലത് പറഞ്ഞിട്ടാണ് വളർന്നേ. പക്ഷേ മനസ്സാക്ഷിയോട് ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടോ? അപ്പം പറഞ്ഞത് മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? നമ്മൾ ഗുരുത്തം കെട്ടല്ലേ ജീവിച്ചേ? നല്ലത് പറഞ്ഞു തരാഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യാഞ്ഞത്? അപ്പൻ അത് ചെയ്യരുത് എന്ന് പറയാഞ്ഞത് കൊണ്ടാണോ അത് ചെയ്യാഞ്ഞത്? നോ, അപ്പനും അമ്മയ്ക്ക് പറഞ്ഞു തന്നവരൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ നമ്മൾ ചെയ്തു പോയി. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിലുള്ള ക്രിസ്തു ഇല്ലാത്തതാണ് നമ്മളത് ചെയ്തു പോയതിൻ്റെ കാര്യം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല പാപം ചെയ്യരുതെന്ന്. പക്ഷെ നിങ്ങളോട് ഞാൻ വേറൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു എന്ന് നിങ്ങൾ എത്ര അറിയുന്നുവോ അത്രയധികം നിങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒരിക്കൽ ഞാൻ കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ആരോ എന്നോട് പറഞ്ഞു, വിശുദ്ധി വേണ്ടിയിട്ട് വിശുദ്ധിയുടെ കാര്യങ്ങൾ പറയണമെന്ന്. അതിൻ്റെ പിറ്റേ ആഴ്ച ഞാൻ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും വെള്ള സാരിയോ വെള്ള ഉടുപ്പോ അല്ല ഒരു സ്യൂട്ടോ മനോഹരമായ കല്യാണത്തിന് പോകുന്നൊരു ഡ്രസ്സോ ഇട്ടിട്ടുണ്ടെങ്കിൽ ടീനൽ എന്നോട് പറയായിരുന്നു, അടുത്ത ആഴ്ച ഒരു കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവോ? ഇനി ടീനൽ ചിന്തിച്ച് നോക്കിയേ, ടീനലും നമ്മുടെ ഗ്രീഷ്മ വെള്ള ഫ്രോക്ക് ഇട്ട് ഇവന് വൈറ്റ് സ്യൂട്ട് ഇട്ടിട്ട് വരുവാ. അപ്പം ഞാൻ രണ്ടുപേരോട് പറഞ്ഞു, എടേ പാളയം മാർക്കറ്റിൽ പോയിട്ട് രണ്ട് ചന്തയിൽ പോയിട്ട് രണ്ട് മീൻ മേടിച്ചിട്ട് വാടകയെന്ന് പറഞ്ഞാൽ എന്തിരിക്കും സ്ഥിതി? ആരെങ്കിലും വേഷം ഇട്ടിട്ട് പോവോ? ഇനി ഗ്രീഷ്മയോട് ചോദിച്ചു നോക്കാം, അവൾ ഫ്രോക്ക് ഇട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ എങ്ങനെയായിരിക്കും വരുന്നത്? മിക്കവാറും ഇവനായിരിക്കും എൻ്റെ തുമ്പ് പിടിക്കുന്നത്. ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്? ഈ ഏജ ഹോളിന് മുമ്പിൽ കുറച്ച് ചെളി കിടപ്പുണ്ട്. ഗ്രീഷ്മ എന്നാ ചെയ്യുന്നവർ പറയാം നിങ്ങൾക്ക്? അവളുടെ കല്യാണ ഡ്രസ്സ് ഒന്ന് പൊക്കി പിടിക്കും, എന്നിട്ട് പറയും എങ്ങനെ ഇത് ചാടി കിടക്കും, ഒരാളുടെ കൈ പിടിക്കുകയാണെങ്കിൽ കൈ പിടിക്കും, അല്ല അങ്ങനെയല്ലേ? എന്നാൽ നമ്മൾ ചന്തയിൽ പോകുന്ന വേഷത്തിലാണ് വന്നെങ്കിലോ ആ ചെളിയിലോട്ട് രണ്ട് ചാട്ടും ചാടി. അങ്ങനെയാണോ? ആണോ? അല്ലേ? ആണ്. നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം കൃത്യം ഒരു അറിവ് വരുമ്പോൾ നമ്മൾ അഴുക്കാക്കണോ വേണ്ടിയോ എന്ന് തീരുമാനം വരും. ഞാൻ ഇട്ടിരിക്കുന്ന വേഷം വെള്ളയാണെങ്കിൽ അത് അഴുക്കുള്ള സ്ഥലവും അങ്ങോട്ട് പോകണ്ട എന്ന് നിങ്ങൾ തനിയെ തീരുമാനിക്കും. നീ ആരാന്നറിഞ്ഞാൽ നീ തെറ്റ് ചെയ്യത്തില്ല. അത് കൈയടിച്ചൊരു ആമേൻ പറ. നിന്റെ പ്രശ്നം നീ ആരാണെന്നോ നീ ആർക്കുള്ളതാണെന്നോ അറിയാത്തതാണ്. ഞാൻ പഠിപ്പിക്കേണ്ടത് ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവാണ്, ക്രിസ്തുവിലൂടെയുള്ള നന്മയാണ്. ആ നന്മകൾ അറിയുന്ന അനുസരിച്ച് എനിക്ക് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. എൻ്റെ വിഷയത്തിന് കുറച്ചേയും കാട് കയറിപ്പോയി, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. തിരിച്ചു വരുവാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഒന്നുറക്കെ പറഞ്ഞ് എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ ചെളി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വേഷം ഉയർത്തി പിടിച്ചിട്ട് എൻ്റെ അഴുക്ക് എൻ്റെ ശരീരത്തിൽ ഞാൻ അഴുക്കാക്കത്തില്ല എന്ന് ആര് പറയും? കാരണം വേഷത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇനി അതിനകത്ത് അല്പം ചെളി ആയാലോ നമ്മൾ പറയാം എന്തായാലും ആയാലും ഇനി കുളിച്ചിട്ടൊക്കെ പോവാന്ന് പറയും. അതാണ് നമ്മള്. ആണോ അല്ലയോ? നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് ഗ്രഹിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഇനി എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ലെന്നേ. ഞാൻ ആരാന്ന് ഞാൻ മാറിപ്പോയി, ഞാൻ വേറെ ആളായിപ്പോ. I am a new creation. I am a new creation. Come on, കൈയടിച്ചു ആമേൻ പറ. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ചേർന്ന് ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ.
ഞാൻ നിങ്ങളോട് പറയാം, അത് ചെയ്യരുതെന്ന് പറയാനും ബൈബിളിൽ വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന് പറയാനും വ്യവസ്ഥയുണ്ട്. അത് ചെയ്യരുത് എന്ന് പറയുന്നത് പഴയ നിയമവും, നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് പറയുന്നത് പുതിയ നിയമവും. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ചെയ്യും. കേൾക്കുന്നവരും ചെയ്യും. പക്ഷെ അവർ കുറച്ചും കൂടെ നല്ല കള്ളന്മാരായിരിക്കും. പുറത്തൊന്നും കാണിക്കാതെ ചെയ്യും. ഒരു നേരെ ആമേൻ പറയാത്ത അങ്ങനെയല്ലേ നമ്മൾ ജീവിതം? നമ്മളൊക്കെ എന്താ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്നല്ലേ? ചെയ്യരുതെന്ന് പറയുന്ന നേരത്തിൽ മാന്യമായ വേഷം ധരിക്കും, മാന്യമായ വസ്ത്രം ധരിക്കും. ആർക്കും തോന്നത്തില്ല നമ്മൾ കള്ളന്മാരാന്ന്. ആ രീതിയിൽ ഡീസൻ്റ് ആയിട്ട് കള്ളം ചെയ്യും. പക്ഷെ ക്രിസ്തു വസിക്കാൻ തുടങ്ങിയ നമ്മൾ പറയാം, അല്ലല്ല, എന്നെ കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കരം ഉയർത്തിട്ട് പറഞ്ഞ്, അങ്ങേ പിരിഞ്ഞിനിയൊന്നും വേണ്ട, നിന്നോടമെനിക്ക് ഒന്നുമില്ല. ഓ നിന്നെ പിരിഞ്ഞിനി ഒന്നും വേണ്ട, എന്നോടമെനിക്ക് ഒന്നുമില്ല. ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റെന്തിനേക്കാൾ, ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി. ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റെന്തിനേക്കാൾ. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഒന്ന് സ്വയം അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു നോക്കിയേ, നോക്ക, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഒന്ന് പരിശോധിച്ചേ. എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നി പെറുവിറുക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നിയിട്ട് അതും ഇതും സംസാരിക്കുന്നുണ്ടോ? എനിക്കും വയ്യ ബ്രദറെ, ഞാൻ മടുത്തു ബ്രദറെ. ആർ യു ലിസണിങ്? നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ഐ ടെൽ യു, അതിൻ്റെ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. യേശു വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെടാൻ കഴിയത്തില്ല. ഇംപോസിബിൾ. നിങ്ങൾക്ക് ആ ഒരു സമൂഹം മുഴുവൻ ഒറ്റയ്ക്ക് നിന്നാലും നീ നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയും, ഇവരെ മറികടക്കാൻ എനിക്ക് കഴിയും, എന്റെ കൂടുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായി ചെന്നപ്പോൾ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, ബ്രദറെ സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇരുന്നേ, ഒരു 10 മിനിറ്റും കൂടെ എടുക്കുവോ? സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. പറ അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ. കാരണം ഉണ്ടെന്നേ, സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. എന്താണ് എൻ്റെ കാരണം? എൻ്റെ കാരണം എന്താ? 3 ദിവസം പനി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇമ്മ്യൂൺ ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 ദിവസം റെസ്റ്റ് എടുക്കണം. ചോദിക്കാൻ എന്തിനു വേണ്ടിയാ? അവരുടെ ഇമ്മ്യൂൺ ഡൗൺ ആയിപ്പോയി, നമ്മൾ എന്ത് ചെയ്യണം? 3 ദിവസം എന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബോഡി റീബിൽഡ് ചെയ്യാൻ പറ്റും, ആ റിസ്റ്റോർ ചെയ്യാനായി പറ്റും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള അവയർനെസ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ സത്യത്തിൽ നീ രോഗിയാണ്. നിങ്ങളൊരു സിക്ക് ലീവ് എടുക്കൂ. അറിവ് ലിസണിങ് ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് പലർക്കും മനസ്സിലായില്ല. എന്നൊന്ന് ശ്രദ്ധിച്ചാണ്ടേ. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ പറയും 3 ദിവസം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 4 ദിവസം എന്ത് ചെയ്യണം? ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ലീവ് എടുക്കണം, റെസ്റ്റ് ചെയ്യണം, ഒന്നും ചെയ്യാൻ പോരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും പ്രവർത്തിക്കരുത്. റൈറ്റ്. നിങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നി, നിരാശ കയറി, മടുപ്പ് തോന്നി? ആർ യു ഹിയർ? ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ അതിൻ്റെ കാരണം എന്നിലുള്ള കർത്താവിനെ എനിക്ക് മനസ്സിലാകാത്തതാണ്, അല്ലെങ്കിൽ ആ പ്രസൻസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി നിങ്ങൾ രോഗിയാണ്. ആർ യു ലിസണിങ്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യണമെന്ന്? എങ്ങനെയെങ്കിലും ഓവർ ടൈം ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ലൈഫിനെ സ്പിരിച്വലായി റിസ്റ്റോർ ചെയ്യാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം അതുകൊണ്ട് എല്ലാം കളഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്ക് ഇരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ തന്നെ നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ അല്ല, നിങ്ങളുടെ ജോലി അല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ല, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അത് നിങ്ങളെ അനുവദിക്കാറുണ്ടോ?
നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്? ശരിയാണോ തെറ്റാണെന്നോ? നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, അയ്യോ എൻ്റെ ഉള്ളിലെ ചിന്ത മോശമാവുക, ഞാനെന്താ ഇങ്ങനെ അഴുക്കാകുന്നത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആകരുത്, എനിക്ക് ആ കർത്താവിൻ്റെ ക്ലോസ്നെസ് വേണം, എനിക്ക് കർത്താവുമായി കുറച്ചും കൂടെ അടുക്കണം എന്ന് പറഞ്ഞ് ആ ചിന്തയെ ശാസിക്കാൻ പോകാതെ കർത്താവുമായി അടുത്തൊന്ന് ഇരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? Are you listening? ഈ വർഷം എന്തൊക്കെയോ സഭയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുക. അടുത്തൊരു സീസണിലേക്ക് നമ്മൾ കയറുകയാണ്. ചോദ്യം നിങ്ങളോടാണ്, നിങ്ങളുടെ ക്ലോസ്നെസ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ? നിങ്ങൾ ദൈവികമല്ലാതെ പെരുമാറുന്നുവോ? നിങ്ങളുടെ ഉള്ളിൽ ലോൺലിനെസ് ഭരിക്കുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായിട്ടാണോ ജീവിക്കുന്നത്? ഒന്നും ശരിയാവത്തില്ലെന്നാണോ സ്വയം തോന്നുന്നത്? എങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്റ്റോറേഷൻ ആവശ്യമാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയെന്നല്ല ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയെന്നല്ല പറഞ്ഞേ. പക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാഞ്ഞതാണ് ആ ചിന്തയുടെ കാരണം. നിങ്ങൾ തെറ്റിപ്പോകാൻ വഴിയുണ്ട്. അതിന്റെ കാരണം നിങ്ങളും കർത്താവുമായുള്ള ഫെലോഷിപ്പാണ് വീഴാതെ നിങ്ങൾ നിർത്തുന്നത്. ക്രിസ്തു യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതിനു മുമ്പ് പറയുക, വീഴാതെ ക്രിസ്തുവിന്റെ നാളോളം നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വീഴാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഫെലോഷിപ്പ് കർത്താവുമായി വേണം. വിതൗട്ട് ഫെലോഷിപ്പ് ഇമ്പോസിബിൾ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ യേശു വസിക്കുന്നു. നമ്മുടെ പറ, യേശു വസിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെ പറയട്ടെ. ഞാൻ താഴോട്ട് ഇറങ്ങിക്കോട്ടെ. യേശു വസിക്കുന്നതിന് അടുത്ത പ്രത്യേകത സോ സിമ്പിൾ. നിങ്ങൾ എല്ലായിടത്തും ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കാൻ തുടങ്ങും. ഈ ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്തോ ചിന്തിക്കുന്നതെന്ന് പറയട്ടെ. ദൈവ സ്നേഹം എന്നാണ് ചിന്തിക്കുന്നത്. സ്നേഹവും പ്രസാദവും രണ്ടും രണ്ടാണ്. ദൈവപ്രസാദം ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അയാൾ എങ്ങനെയാണ് അത് അനുഭവിക്കുക പറയട്ടെ. ഒന്ന്, നിന്റെ റിലേറ്റീവ്സ്, അല്ല നിനക്ക് ചുറ്റുമുള്ള സ്ട്രേഞ്ചേഴ്സ്, അല്ല നിനക്ക് ചുറ്റുമുള്ള എനിമീസ് നിങ്ങളോട് നന്മ കാണിക്കാനായി തുടങ്ങും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ ബ്ലസ് ചെയ്യും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളോട് നന്നായി പെരുമാറും. പക്ഷെ നിങ്ങളൊന്ന് സ്വയം ചോദിക്കോ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നേ? നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകൾ നിങ്ങളോട് എതിര് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങൾക്ക് വിദ്വേഷമായി നിങ്ങളോട് പ്രവർത്തിക്കുന്നു എന്നാരെങ്കിലും എന്നോട് പറയുന്നു, റിസ്റ്റോർ യുവർ റിലേഷൻഷിപ്പ്. ആ ആള് മാറിപ്പോവാൻ ശാസിക്കണ്ട. ആ ആളെ അവിടുന്ന് സ്ഥാനം മാറ്റണമെന്ന് ചിന്തിക്കണ്ട. അവര് കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ചിന്തിക്കണ്ട. അല്ല, നീയും ദൈവം തമ്മിലാണ് റിസ്റ്റോർ ആകേണ്ടത്. നീ ദൈവമായ ബന്ധത്തിലേക്ക് വന്ന ചുറ്റുമുള്ള ആളുകൾ നിന്നോട് ആദ്യം ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. അവർ നിന്നോട് ഫേവർ ആകാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് അയാൾ നല്ലതല്ല, ഇയാൾ നല്ലതല്ല, ആ കാരണം ഇങ്ങനെയാ മറ്റൊരാളുടെ മുകളിലാണ് നിങ്ങൾ കുറ്റമിട്ടിരിക്കുന്നേ. പക്ഷെ ശരിക്കുമുള്ള റീസൺ ഞാൻ പറയാം, നിങ്ങൾ ദൈവപ്രസാദത്തിലല്ല, ആ പ്രസാദത്തെ എൻജോയ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫെലോഷിപ്പ് ഇവിടെ മുറിഞ്ഞുപോയി. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഫെലോഷിപ്പിലേക്ക് മടങ്ങി വരികയാ. മടങ്ങി വരുന്നതോടുകൂടെ നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളാകാൻ തുടങ്ങും. കൈയടിച്ചൊരു ആമീൻ പറയട്ടെ. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, ഈ ആഴ്ചകൾ നിങ്ങളുടെ വിരോധികൾ പോലും നിങ്ങൾക്ക് അനുകൂലിയാകാൻ പോകുന്നു. നിങ്ങളുടെ വിരോധികൾ നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ അതിരിൽ വഴക്കുണ്ടാക്കിയ ആളുകൾ നിങ്ങളുടെ അടുക്കൽ വരാൻ പോകുന്നു. നിങ്ങൾ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ, ആ കേസ് കൊടുക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്ന് കോംപ്രമൈസ് ആകാൻ പോകുന്നു. അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് മണി ചിലരുടെ ലൈഫിൽ വരാൻ പോകുന്നത്, വിരോധികൾ എന്നെ അനുഗ്രഹിച്ചു, സ്ട്രേഞ്ചേഴ്സ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ എയർപോർട്ടിൽ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നയാളാ. ഷാർജ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോ അവിടെയുള്ള ഒരു
നേപ്പാളി കൊച്ച്. അവളെന്നോട് പറയുക, സാർ ഇന്ന് വരുന്ന എനിക്കറിയാം. ഞാൻ അവിടെ ചെന്ന് സാധാരണ കഴിക്കുന്നത് ഗ്രൗണ്ട് നട്ട്സും കഴിക്കും, ഈത്തപ്പഴം കഴിക്കും. അവൾ എനിക്ക് വേണ്ടി 6 ഈത്തപ്പഴം മാറ്റി വെച്ചേക്കുക. ഞാൻ അവൾക്ക് ടിപ്പ് കൊടുത്തിട്ടില്ല. സീരിയസ്ലി അവൾക്ക് എന്നെ ഇഷ്ടമാണ്. നിങ്ങളുടെ സ്വത്രമൊക്കെ എന്താ പോയെ? അവൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക. ഒരെണ്ണം കഴിച്ച വയറ് പറയാം, അത്രയും വലിയ സൈസാണ്. Are you listening? That is called favor. കുറച്ചും കൂടെ കാര്യം പറയട്ടെ. അവിടുത്തെ ലഞ്ച് ടൈം 12:45. 12:30 ആവാതെ ലഞ്ച് അവിടെ വെക്കത്തില്ല. പക്ഷേ ശനിയാഴ്ച തോറും അവരുടെ ലഞ്ച് ടൈം 11:45. എനിക്ക് 12 മണിക്ക് ഫ്ലൈറ്റ് പോകും. അടുത്തിരിക്കുന്നവരോട് പറ ഫേവർ. അടുത്തിരിക്കുന്നവരോട് പറ ഫേവർ. നിനക്ക് വേണ്ടി കാര്യങ്ങൾ മാറിത്തിരിയാൻ പോകുന്നു. ആർക്ക് ഈ ദൂത് സ്വീകരിക്കണോ അവർക്ക് സ്വീകരിക്കാം. നീ കാരണം സാഹചര്യങ്ങൾ മാറി വരാൻ പോകുന്നു. Come on, come on, come on, come on. Come on, come on, come on. ചേർന്ന് കൈയടിച്ചു ആമീൻ പറ. നിന്റെ ചുറ്റുപാടും വ്യത്യാസപ്പെടാൻ പോകുന്നു. ചേർന്ന് കൈയടിച്ചു ആമീൻ പറ. പ്രതികൂലമായി നിന്നിരുന്ന നിന്റെ ചുറ്റുപാടുകൾ നിനക്ക് അനുകൂലമായി തീരാൻ പോകുന്നു. ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് നീ പ്രതീക്ഷിച്ചെടുത്തെടുത്തുന്ന ചിലര് വന്ന് ചിലർ ചെയ്യാൻ പോകുന്നു. കേസിലെ തീരത്തുള്ളെന്ന് പറയുന്നത് കേസിൽ തീരാതെ നന്മ കൊണ്ട് തീരാൻ പോകുന്നു. Come on, come on. കൈയടിക്കൂ ആമേൻ പറ. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞ ദൂത് ഏറ്റെടുത്ത് പോവുകയല്ല. നിങ്ങൾ ആ ദൈവ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് നോക്കണം. ദൈവ സാന്നിധ്യം എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ റിസ്റ്റോർ ചെയ്യണം, അവിടേക്ക് തിരിച്ചു വരണം. ദൈവ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞോട്ടെ. സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവപ്രസാദം നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഞാനത് അനുഭവിക്കുന്നില്ല എങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറ, സീരിയസ് ആയി കേൾക്കാൻ പറ. ഞാനത് അനുഭവിക്കുന്നില്ല എങ്കിൽ റിസ്റ്റോർ യുവർ ലൈഫ്. നാളത്തെ ദിവസം ജോലിക്ക് പോണ്ട. നാളത്തെ ദിവസം വീട്ടിനകത്ത് മുറി അടച്ചിരുന്ന് കർത്താവിനുമായി ചെലവഴിക്ക്. റിസ്റ്റോർ യുവർ ലൈഫ്. റിസ്റ്റോർ യുവർ ലൈഫ്. ആരാധിക്കേ, പാട്. ആരാധിക്കേ, പാട്. സ്തുതിക്കേ, പാട്. എവിടെയാ ഞാൻ ആ ഫെലോഷിപ്പ് മുറിച്ചതെന്ന് കണ്ടെത്ത്. റിസ്റ്റോർ യുവർ ഫെലോഷിപ്പ്. നിങ്ങൾക്കറിയോ ജോസഫിനെ? നിങ്ങൾക്കറിയാവോ ജോസഫ് പിടിക്കപ്പെട്ട കാര്യം എന്നാണെന്നറിയാമോ? സ്വന്തം യജമാനന്റെ ഭാര്യയെ മോശം പ്രവർത്തി അല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതായിരുന്നു ജോസഫിന്റെ മേലുള്ള കുറ്റം. കുറ്റം തെളിവാക്കാൻ ജോസഫിന്റെ വസ്ത്രം മുഴുവൻ അവൾ പിടിച്ചു വെച്ചിരുന്നു. ജോസഫ് വസ്ത്രമില്ലാത്തവനായിട്ട് ഓടിപ്പോയെ. ആ കാരണത്തിലാണ് ജോസഫിനെ ജയിലിലടച്ചത്. ജയിലിലടച്ച റീസൺ എന്താ? സ്വന്തം യജമാനന്റെ ഭാര്യയോട് മോശം പ്രവർത്തിച്ചു, ഇമോറലായി ചെയ്തു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? അത് എഴുതിയിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ബൈബിൾ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ജയിലിലായെന്ന് മാത്രം, അവനെ കോപിച്ച് ജയിലിലാക്കി, അത്രയാണ് ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ പാഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വളരെ കൂടുതലാണ്. പക്ഷെ ജയിലിലായ ജോസഫ്, അവന്റെ കൂടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജയിലിലായി അവൻ കഷ്ടത അനുഭവിച്ചു എന്നല്ല, അടുത്തിരിക്കുന്നവരോട് അല്ല. ജയിലിലായി അവൻ വേദനയിലൂടെ ഇങ്ങനെ കടന്നുപോയി അവൻ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പറ അടുത്തിരിക്കുന്നവരോട്, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലെന്ന് പറ. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അവൻ ജയിലിലായെന്ന് എഴുതിയതിന്റെ പിറ്റേ വാക്ക് ഇതാണ്. പക്ഷേ കാരാഗൃഹർ പ്രമാണിക്ക് ജയിലിലായ ഈ കള്ളപ്പുള്ളിയെ, മോശം പറയുന്ന ഈ പുള്ളിയെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം അവന്റെ കൂടെ ഉണ്ട്. ഞാനായിരുന്നെങ്കിൽ എഴുതിയാനെ, ബൈബിൾ എഴുതിയത് ഞാനാണെങ്കിൽ എഴുതിയാനെ. അവനെ കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിലൂടെ ഒന്നും എഴുതിയിട്ടില്ല. ജിജോ എഴുതിയിരിക്കുന്ന സോളി എന്നെ എഴുതിയിരിക്കുന്നറിയോ? ചെന്ന ദിവസം തന്നെ ഈ കള്ളൻ എന്ന് പിടിക്കപ്പെട്ട്, മുദ്രയിടപ്പെട്ട്, നാട്ടുകാരാൽ അപമാനിക്കപ്പെട്ട്, ജയിലിലാക്കിപ്പെടുന്ന അവനെ നോക്കിയപ്പോ ഇവൻ ഈ പറഞ്ഞ പോലെയൊന്നും തോന്നുന്നില്ലല്ലോ.
ഇവനെ കാണുമ്പോൾ ഇവന്റെ മേൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഇവന്റെ മേൽ ദൈവം ഉണ്ടല്ലോ എന്ന കാരാഗ്രഹ പ്രമാണിക്ക് തോന്നുവാ. 2 പൊട്ടീര് കൊടുക്കേണ്ട സ്ഥലത്ത് 2 ഉമ്മ കൊടുക്കുന്നതാ കാണുന്നേ. Are you following me? നിങ്ങൾക്കൊരു കാര്യം അറിയോ? അത് കഴിഞ്ഞ് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, അവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവന് ജയിലിന്റെ DGP അല്ലെങ്കിൽ അവിടുത്തെ ജയിലിന്റെ ഏറ്റവും ഉയർന്ന അധികാരി സ്ഥാനം മാറിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ജയിലിൽ നീ ഭരിച്ചോ, നിന്നെ പോലെ എനിക്ക് ഭരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന്. കള്ളന്മാരുടെ നിയന്ത്രണം, അവരുടെ കൺട്രോള്, DGP മാറിയിട്ട് അതേ പൊസിഷൻ. വേദവചനം പറയുന്നത് താൻ ജയിലിലുള്ള ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ലെന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ ജോസഫ് ആയിരുന്നു അവിടുത്തെ DGP. നിങ്ങളെന്താ കൈയടിക്കാത്ത, രാമേൻ പറയാത്ത? നിന്നെ നാട്ടിലെല്ലാവരും മുദ്ര കിട്ടിയെന്ന് വരാൻ ജോൺ തരുവേ, പക്ഷേ യു ലീവ് ഇൻ ഫേവർ. നിന്നെ നാട്ടിൽ മുഴുവൻ അപമാനിച്ചെന്ന് വരാം, പക്ഷേ you will walk in the favor. People will salute you because of the favor. എത്ര പേർക്ക് ഒരു ആമേൻ പറയാം? അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സ്ഥലത്ത് you will walk in the favor. സ്വന്തം യജമാനന്റെ ഭാര്യയോട് മോശം കാണിച്ചവനെന്ന് ആരും അവനെ നോക്കി കമന്റ് പറഞ്ഞില്ല. ആ ആക്ഷേപം അവന്റെ തലയിൽ വന്നില്ല. അവന് നേരെയുള്ള അക്യൂസേഷൻ സ്ട്രോങ് ആയിരുന്നു, എവിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എവിഡൻസും ദൈവം കൂടെ നിന്ന് നിൽക്കത്തില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ന്യായവിസ്താരത്തിൽ നീ അതിനെ ന്യായം വിധിക്കും. You will walk in the favor. Nobody can stop you. ഇത് എനിക്കുള്ള സീസണാ കേട്ടോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനൊരു ഫേവർ അനുഭവിക്കുന്നില്ല എങ്കിൽ റിസ്റ്റോർ യുവർ ക്രിസ്ത്യൻ ലൈഫ്. എവിടെയോ നിങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാട്ട് പാടുന്നോ പ്രാർത്ഥിക്കുന്നതോ അല്ല, ദൈവവുമായി സംസാരിക്കുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന ആ അനുഭവം എവിടെയോ ഇടിഞ്ഞിട്ടുണ്ട്. ആ അനുഭവം ഇടിഞ്ഞു എന്ന് തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, റീബിൽഡ് യുവർ ആൾട്ടർ. നിന്റെ ആ ആൾട്ടറിനെ അല്ലെങ്കിൽ നിന്റെ യാഗപീഠത്തെ ഒന്ന് പണിഞ്ഞാട്ടെ. എന്നിട്ട് പറ, കർത്താവേ കർത്താവേ കർത്താവേ, എവിടെയാ ഞാൻ അങ്ങയുമായി സംസാരിക്കാതായത്? എവിടെയാ ഞാൻ പുറകോട്ട് പോയത്? എവിടെയാ എനിക്ക് പാട്ടുകൾ കിട്ടാതായത്? എവിടെയാ എനിക്ക് ദൈവശബ്ദം കേൾക്കാതെയായത്? എവിടെയാ എനിക്ക് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചിട്ട് നിന്റെ ലൈഫിനെ റിസ്റ്റോർ ചെയ്യേ. ദിസ് ഈസ് യുവർ സീസൺ. ഇസ്രായേൽ ജനത്തോട് ചോദിക്കാൻ, നിങ്ങൾ പുറപ്പാട് 12:31 വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തോട് ചോദിക്കാം. അവര് പറയും, ഇസ്രായേൽ ജനം മുഴുവൻ അല്ലെങ്കിൽ മിസ്രൈമിൽ മുഴുവൻ ഒരു മരണം നടന്നു. ഫറവോന്റെ കൊട്ടാരം മുതൽ താഴെയുള്ള വേലക്കാരന്റെ വീട് വരെ ആളുകൾ മരിച്ചിരിക്കുക. മരിച്ചതിന്റെ കാരണം ഇസ്രായേലാണ്. ഒന്ന് ചിന്തിച്ചേ, ഞാനാണ് നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ മരണത്തിന്റെ കാരണമായെന്ന് വിചാരിക്കേ. നിങ്ങളുടെ വീട്ടിലെ ഒരു നായയുടെ ഒരു പശുവിൻ്റെ മച്ചം അത് ചാവുവാൻ കാരണമായത് ഞാനാണ് കാരണമായെന്ന് വിചാരിക്കേ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഒരു പച്ച വെള്ളം തരത്തില്ല, ഇറങ്ങണ പുറത്തെന്ന് പറയും. വേണമെങ്കിൽ ചൂടുള്ള എടുത്ത് മുഖത്തേക്ക് ഒഴിക്കും. എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് നീ എന്നോട് എന്ന് പറയും. അങ്ങനെയല്ലേ? പക്ഷെ ഇസ്രായേൽ ജനത്തെ നോക്കാവോ? ദൈവത്തിന്റെ ഫേവർ അവരുടെ മേൽ വന്നു. ഇവര് കാരണം അവര് മരിച്ചേ. പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോ ശവസംസ്കാരം നടക്കുന്നിടത്തുനിന്ന് അവർ എഴുന്നേറ്റിട്ട് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് അവരുടെ കൈ കൊടുത്തു. അതിന്റെ കാരണം എന്തായിരിക്കും? ശവം അടക്കുന്നതിനിടയിൽ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തായിരിക്കും? അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ വരുന്ന ജനത്തിന്റെ കൂടെ ദൈവം ഉണ്ടാവും.
നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് തോന്നി ആരോടും സ്വോത്ര കാഴ്ച ഇടാനൊന്നും പറയേണ്ടത്. അത് ഇങ്ങോട്ട് വന്നോണ്ടേയിരിക്കും. അനുഗ്രഹം നിങ്ങളുടെ പുറകെ നടക്കാനുള്ളതാന്നേ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്നായി അനുഗ്രഹിക്കുവല്ലെന്നേ. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അനുഗ്രഹം നിങ്ങളുടെ പുറകിലാന്നേ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ മാറിയാൽ, ഇത് ചെയ്താൽ ദൈവം തന്നെ അനുഗ്രഹിക്കുക. അങ്ങനെയല്ലെന്നേ. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, സ്വർഗം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്വർഗത്തിലുള്ളത് മുഴുവൻ നിങ്ങളുടെയാന്നേ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ഇറ്റ്സ് എ ക്വയറ്റ് ബിഗ് ഡിഫറൻസ്. Are you listening? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഈ ഫേവർ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? അടുത്തിരിക്കുന്നവരോട് സ്വയം ചോദിച്ചേ, ഈ ഫേവർ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ന്യൂ ഇയർ മെസ്സേജിലേക്ക് വരാൻ പോവുക. ഒരു വാക്ക് പറയാം. ഈ വശം ദൈവം നമ്മളോട് പറഞ്ഞൊരു വാചകം നിന്നോണ്ട് കേട്ടാൽ മതി. നമ്മളെ ഫ്ലെയിംസ് ഓഫ് ഫയർ ആക്കുമെന്നോ. ദൈവം തന്നെ അഭിഷേകത്തെ എൻ്റെ മേൽ പകരുമെന്നോ. അന്ത്യകാലത്തിന് മാത്രമുള്ള പ്രത്യേകത അറിയാവോ? തൻ്റെ ആത്മാവിനെ അവൻ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരും. സൗരങ്ങളൊരു കാര്യം അറിയാവോ? പഴയ നിയമത്തിലെ ഹിസ്റ്ററി നോക്കിയാലും പുതിയ നിയമത്തിലെ ഹിസ്റ്ററി നോക്കിയാലും രണ്ട് കാര്യം കാണാം. അടുത്തിരിക്കുന്നവരോട് പറ, രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, ആ ഹിസ്റ്ററി ആരംഭിക്കുന്നത് ഒരു ദൈവിക സന്ദർശനത്തിലൂടെയാണ്. രണ്ട്, ആ ഹിസ്റ്ററി ആരംഭിക്കുന്നത് ഒരു ചെറിയ സ്വപ്നം കണ്ടതിലൂടെയാണ്. ചോദിക്കാം, അബ്രഹാമേ നീ എന്താ കണ്ടത്? അബ്രഹാം പറയും, ഞാനൊരു ദൈവിക സന്ദർശനം എനിക്കുണ്ടായി. യാക്കോബേ നിനക്കെന്താ ഉണ്ടായത്? രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു ഏണി മുകളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. താഴോട്ടും മേലോട്ടും ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു. അവിടെ നിന്നോണ്ട് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, നിന്നെ ഞാൻ മടക്കി വരുത്തും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നത്തിങ് മോർ. ഒരു സ്വപ്നോ. നേരെ യാക്കോബിൽ നിന്ന് ജോസഫിലേക്ക് പോകാൻ. ജോസഫ്, നിന്റെ അനുഗ്രഹം, നീ ഒരു ഹിസ്റ്ററി ആയത് എങ്ങനെയാ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്ന കണ്ടു. 11 കറ്റകൾ എഴുന്നേറ്റിട്ട് എന്നെ നമസ്കരിക്കുന്ന കണ്ടു. വലിയ സ്വപ്നമൊന്നുമല്ല, പക്ഷെ ആ ഒറ്റ സ്വപ്നമാണ് അവന്റെ ചരിത്രമായത്. നിങ്ങളും ഞാനും എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ അതിന് വാല്യൂ കൊടുക്കില്ലെന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ചില സ്വപ്നങ്ങൾ നിന്റെ ചരിത്രം മാറ്റാനുള്ളതാണ്. കുറച്ചും കൂടെ കയറി പറയുക, ചില സ്വപ്നങ്ങൾ നീ ഒരു ചരിത്രമാക്കാനുള്ളതാ. ഓ ലവ് യു ജീസസ്. ഓ ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ അത് നിമിത്തം നീ ഒരു ചരിത്രമാകാൻ പോകുന്നു. ഇത്രയും പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് പകൽ ഞാൻ ചിലരുടെ മേൽ സ്വപ്നം കാണുന്ന അനുഭവത്തെ പകരും, വിഷനുകളെ പകരും. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഇന്ന് പകൽ മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. Right now. ഇന്ന് നിങ്ങൾ പോയി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മയങ്ങാൻ നേരത്തെ പറയണം, കർത്താവേ ഈ മയക്കം കഴിയുമ്പോൾ സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും. നമ്മുടെ ഹോമിയോ ഡോക്ടർ എന്നെ കേൾക്കുന്നു. ഡോക്ടറിന് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. രണ്ട് വിധത്തിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ചിലപ്പോൾ അപകടങ്ങളും അനർത്ഥങ്ങളും നീ കാണും. അതിന്റെ കാരണം നിന്റെ പുറകെ പിശാച് വെച്ചിരുന്ന അനർത്ഥങ്ങളെ കുറിച്ച് കർത്താവ് നിന്നോട് സംസാരിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, വലിയ വെളിച്ചമുള്ളൊരു സ്ഥലം. അത് മോൾക്ക് എവിടാന്ന് മനസ്സിലാകത്തില്ല. മോൾ ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് നീ കണ്ടു കാണും. ഞാൻ പറയുന്നത് ശരിയാണോ? അത് നിന്നോട് കർത്താവ് സംസാരിക്കുക, ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ നിന്നെ വിളിക്കുവാണെന്ന്. ചിലരുടെ ഉള്ളിൽ സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറക്കാൻ പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ റിസീവ് ചെയ്താട്ടെ. ചിലരുടെ ലൈഫിൽ സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറക്കാൻ പോകുന്നു.
കമോൺ, കൈയടിച്ചൊരു ആമേൻ പറ. നിങ്ങൾ ഇന്നു മുതൽ, ഈ പകൽ മുതൽ സ്വപ്നങ്ങൾ കാണാൻ പോകുന്നു, ദർശനങ്ങൾ കാണാൻ പോകുന്നു. Receive it now. Come on, worship him. La la bahaso. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നിട്ട് പുഷ്ടിയുള്ള 7 പശുക്കളെ തിന്നുകളയുന്നു. ഒരു സിംഹം ഒരു ആട്ടിൻകുട്ടിയെ തിന്നുന്ന കണ്ടാൽ അതിനതൊരു ഭയാനതയില്ല. ഒരു സിംഹം ഒരു ആനയെ തല്ലിക്കൊന്ന് തിന്നുന്നതായി കണ്ടാലും അതിന് ഭയാനകതയില്ല. കാരണം നമുക്കറിയാം കാട്ടിലെ രാജാവ് അവൻ. പക്ഷെ പശുക്കൾ പുല്ലേ തിന്നത്തുള്ളൂ, സാധു മൃഗമാണ്. അത് വേറൊരു പശുവിനെ തിന്നുന്ന കണ്ട ഭയം തോന്നും. നമ്മൾ ആ ഭയം കാണുന്ന സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ നിരാശാജനകമായത് നമ്മളെ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഉള്ളിൽ തോന്നൽ വരിക. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഒരു വലിയ ചരിത്രം അതിനകത്ത് ദൈവം സംസാരിച്ചതാ. ഓ, 14 കൊല്ലത്തെ ഒരു വലിയ ചരിത്രം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഇസ്രയേലിനെ അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർത്താനുള്ള ചരിത്രം. ജോസഫിനെ താൻ കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ഉയർത്തിയിട്ട് സിംഹാസനത്തിൽ ഇരുത്തുവാനുള്ള ചരിത്രം. നിങ്ങൾ സ്വപ്നം കാണുമ്പോ അത് ചെറുതാന്ന് വിചാരിക്കരുത്. കുണ്ട്രയിൽ നിന്ന് ഷേവ് ചെയ്ത് നേർത്ത വസ്ത്രം ധരിച്ച് മുദ്രാമോതിരമിട്ട് ഇവൻ രാജാവിന് തൊട്ടു താഴെ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് ഉയർത്തുന്നതുമാകാം സ്വപ്നങ്ങൾ. ഒരു സ്വപ്നം ജോസഫിന്റെ ലൈഫിനെ തലതിരിച്ചു വെച്ചു. Are you following me? Are you following me? ഞാൻ നിങ്ങളുടെ ഹൃദയത്തെന്ന് പറയാം, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനെന്ന, ഞാൻ നിങ്ങളുടെ പ്രവാചകനെന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ രാത്രി മുതൽ ശ്രേഷ്ഠമായ ചരിത്രം മാറ്റുന്ന സ്വപ്നങ്ങൾ ചിലർ കാണാൻ പോകുന്നു. ഈ രാത്രി മുതൽ ജീവിതത്തിന്റെ ചക്രത്തെ മുഴുവൻ തിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾ ചിലർ കാണാൻ പോകുന്നു. ചിലർക്ക് ദൈവിക വിസിറ്റേഷനുകൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇനി തുടരത്തില്ല. No more there. അസാധാരണമായതെന്തോ ഈ പകൽ മുതൽ സംഭവിക്കാൻ പോകുന്നു. സ്വപ്നങ്ങളും ദർശനങ്ങളും ഒഴുകട്ടെ. സ്വപ്നങ്ങളും ദർശനങ്ങളും ഒഴുകട്ടെ. സ്വപ്നങ്ങളും വിസിറ്റേഷനുകളും ഒഴുകട്ടെ. ദൈവിക സ്വപ്നങ്ങൾ ആളുകൾ സന്ദർശനം അനുഭവിക്കട്ടെ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഈ ഹോളിന് ഒരുള്ള ഏക പ്രശ്നം ഇതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല. എനിക്ക് നിങ്ങളെ ഒന്ന് മുന്നോട്ട് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ സാധിക്കുന്നവരൊന്ന് മുന്നോട്ട് കയറി വന്നേ. ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ പോവുക. ഇന്ന് നിങ്ങളുടെ മേൽ ആ ഷിഫ്റ്റ് ഉണ്ടാകണം. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ ഒരിക്കലും ഒരു ഏഞ്ചലിനെ വിസിറ്റ് ചെയ്തതാണ്. അതിനുശേഷം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ കാണുന്ന സ്വപ്നം അങ്ങോട്ട് പറയുമല്ലേ ചെയ്യുന്നേ. അതിൻ്റെ കാരണം അന്നു മുതൽ അത് ആരംഭിച്ചതാണ്. എൻ്റെ ആഗ്രഹം നിങ്ങൾക്കും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ വരം ഉണ്ടാകട്ടെ. ഇന്ന് എൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാന താല്പര്യം ഒരു ഇമ്പാർട്ടേഷനാണ്. ഒരു പകർച്ച ഉണ്ടാകണം. നിങ്ങൾ ഇന്നു മുതൽ ദർശനങ്ങൾ കാണാൻ തുടങ്ങണം. നിൽക്കുന്നവരാ കാര്യങ്ങളൊന്നും ഉയർത്തി മെല്ലെ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താട്ടെ. Receive your portion. Receive your portion. Lankosiniantalo
ലാങ്കോസിനെയാന്തലോ റിസീവ് യുവർ പോർഷൻ. എന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ, എൻ്റെ കൂടെയുള്ള ക്യാമറാമാൻ, മ്യൂസിക് വർക്കേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിക്സർ ഓപ്പറേറ്റേഴ്സ്, എല്ലാവരും ഇന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. I know a spiritual atmosphere is here. A great atmosphere is here. Hasara, hasara. Gerno siniyataba. Gerno siriyanataba. A presence in experience ide. Hasino, hasino. Hasino, hasino. Leso hosana salva. Ro janiyantukuba. നിങ്ങൾക്ക് ആ കൈ ഒന്ന് ഉയർത്തിയാലേ ആ കൈകളിൽ ആ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനൊരു ചാഞ്ചബിൾ പ്രസൻസ് ആൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കൈകളിൽ തൊടുന്ന കർത്താവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. റിസീവ് ഇറ്റ്. സൗരങ്ങളെ, ദൈവം നൽകുന്ന ഏറ്റവും പ്രധാനമായ വരം പണമല്ല, സമ്പത്തല്ല, തൻ്റെ ആത്മാവിലൂടെ തൻ്റെ ആത്മീയ അനുഭവങ്ങളാണ്. അത് വാല്യുബിൾ, അത് എത്രത്തോളം വാല്യുബിളാന്ന് നമുക്ക് ചിന്തിക്കുന്നേക്കാൾ അപ്പുറം. ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഒരു രാജ്യത്തെ തന്നെ നേടാൻ പറ്റും. ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ജോസഫിനെ ആക്സസ് ചെയ്തത്. ഞാൻ ഉറപ്പായിട്ട് പറയുക, ഇന്ന് നിങ്ങൾ ചിലർ കൊട്ടാരത്തിലേക്ക് കടക്കപ്പെടുക. It is a time. This is a time. Karto kora, kartoro kora, karto kora, kartoro kora, reko roto no, ranioko. മഹിമയുള്ളൊരു മേഘം ഇതിന്റെ മുകളിലുണ്ട്. ഈ സ്ഥലത്തിന്റെ നിറം മാറുന്നു. അഭിഷേകത്താൽ വ്യക്തികൾ നിറയുന്നു. The power of the Holy Spirit, the experience now. എന്നോട് കർത്താവ് പറഞ്ഞു, ജോണേ, നിന്റെ ജനം വെളിപ്പാടുകളിലൂടെ സ്വപ്നങ്ങളിലൂടെ അടുത്തൊരു ലെവലിലേക്ക് വരുന്നത് വരെ നീ എൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന്. ഞാൻ 25 കൊല്ലമായി ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട്, 22 കൊല്ലമായി സഭ ആരംഭിച്ചിട്ട് എന്നോട് ആദ്യമായിട്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അതിന്റെ അർത്ഥം കർത്താവിന് എന്തോ ഈ രാജ്യത്ത് ചെയ്യാനുണ്ട്. കർത്താവിന് എന്തോ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്. Lord, thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. Langono rotana rasio. ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹോരോമ ഉണ്ടാകട്ടെ. മാറ ഉണ്ടാകട്ടെ. ഹോസാന ഹോസ ഉണ്ടാകട്ടെ. ഹോസന ഉണ്ടാകട്ടെ. ഹോ ഉണ്ടാകട്ടെ. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ജനം വരട്ടെ. എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ വെളിപ്പാടിൽ ഒരു ദൂതൻ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ക്രോള്, ചില എഴുതിയ ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു സ്ക്രോള് അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുത്തു. വെളിപ്പാടിലാണ്. പക്ഷെ ആ വെളിപ്പാട് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അക്ഷരീകമായ ഒരു സ്ക്രോൾ ഇരിപ്പുണ്ടായിരുന്നു. എന്നോട് ആ സുഹൃത്ത് എന്നോട് പങ്കുവെക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ, അങ്ങൊരു പ്രതലം ഞങ്ങൾക്ക് ഓപ്പൺ ആകണം. ദിനകരൻ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു, തൻ്റെ വീടിന് ക്രിസ്മസിന്റെ സെലിബ്രേഷന് വേണ്ടി കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, നിന്റെ പകരം ആ ട്രങ്ക് പെട്ടിക്കകത്ത് പൈസ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. താന് തുറന്നു നോക്കിയപ്പോൾ അന്ന് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് 10,000 രൂപ പുതിയ നോട്ട് അതിനകത്തുണ്ടായിരുന്നു. ഐ ബിലീവ് ഇറ്റ്. ഞാൻ ഇനി പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ആത്മമണ്ഡലത്തിലുള്ളത് നമ്മൾ പലപ്പോഴും വിഷനുകളിലും ദർശനങ്ങളിലുമാണ് കാണുന്നത്. എന്നാൽ അടുത്തൊരു ആത്മീയ തലം, അതിന് മാറ എന്നും ഹൊറോമ എന്നും വിളിക്കുന്നത്,
അടുത്ത പ്രതലം എന്ന് പറയുന്നത് ആ ആത്മതലത്തിലുള്ളത് ഭൗമതലത്തിൽ കണ്ണുകളിൽ കാണാൻ പറ്റും. ഞാൻ കണ്ണിൽ ദൂതനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദർശനമല്ലാത്തൊരു കാലം വരും. എനിക്ക് സോളിയെ കാണുന്ന പോലെ ഏഞ്ചൽസിനെ കാണാം. അതിനെ ഹൊറോമ അല്ലെങ്കിൽ മാറ എന്ന് പറയുന്ന ആത്മപ്രതലമാണ്. അങ്ങൊരു സീസണിലേക്ക് നമ്മുടെ സഭയെ ദൈവം കൊണ്ടുവരുക. യേശു യേശു നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ദൂതന്മാരെ കണ്ടാട്ടെ. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടാട്ടെ. ചിലർ സ്വർഗത്തിലെ പാട്ടുകൾ ഈ ഭൂമിയിൽ എഴുതും. ചിലർ സ്വർഗത്തിലെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംസാരിക്കും. ചിലർ സ്വപ്നങ്ങളിലൂടെ നാളെ സംഭവിക്കാനുള്ളത് വിളിച്ചു പറയും. അത് സാധാരണ കാര്യമായി സഭ അനുഭവിക്കും. സ്വപ്നങ്ങളും ദർശനങ്ങളിലും നയിക്കപ്പെടുന്ന കൊരിന്തിലെ സഭ പോലെ ഈ സഭ ആകപ്പെടും. ഇതിനകത്ത് പ്രവചിക്കുന്നവർ സാധാരണമാകും. ദർശനം കാണുന്നവർ സാധാരണമാകും. അത്ഭുതങ്ങൾ സാധാരണമാകും. You will walk in the heavenly experience. സ്വർഗീയ നന്മകളിൽ, സ്വർഗീയ അനുഭവങ്ങളിൽ നിങ്ങൾ നടക്കാൻ പോകുന്നു. കർത്താവേ, ഞാൻ ഈ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ വർഷം ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ സിറ്റിയുടെ ആരംഭ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതിന് നന്ദിയാപ്പാ. എൻ്റെ ഫണ്ട് ഉണ്ടായി വരുന്നതിന് നന്ദിയാപ്പാ. We believe supernatural Lord. കർത്താവേ, സമ്പത്തിൻ്റെ ഏഞ്ചൽസിനോട് ഞങ്ങൾ ഇങ്ങനെ കൽപ്പിക്കുന്നു. ഈ വരുന്ന മാസങ്ങൾ ഫെബ്രുവരി, മാർച്ച് അത് കഴിയുന്നതിനേക്കാൾ മുമ്പ് അതിനുള്ള വാങ്ങാനുള്ള മുഴുവൻ ഫണ്ടും അവിടെ പണിയാനുള്ള ഫണ്ടും റിലീസ് ചെയ്യുന്നു. Bring it now. എൻ്റെ സുഹൃത്ത് ഒരിക്കലും ഒരു ശുശ്രൂഷകനുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി വിശന്നു അല്ലെങ്കിൽ ദാഹിച്ചു. അവർക്ക് കടകളൊന്നും ഇല്ല, ടൗണിനോട് അടുക്കുകയാണ്. കടകൾ ക്ലോസ് ചെയ്തിരിക്കുക. ഉച്ച സമയമായിരുന്നു, മരുഭൂമിയിലാണ്. ആ സമയത്ത് ആ ദൈവവൃത്തിനോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കഴിയുമ്പോൾ ആരോ കാറിൻ്റെ ഗ്ലാസ് മുട്ടുന്നു. ഒരു പ്രായമുള്ള സ്ത്രീ, അവരുടെ കയ്യിൽ 5 ജ്യൂസ് ഉണ്ട്. അവർ ചോദിക്കുന്നു, ജ്യൂസ് വേണോ? അവർ പ്രാർത്ഥിച്ചത് ഓറഞ്ച് ജ്യൂസിന്. ഇവർക്ക് ആശ്ചര്യമായി തോന്നി. പക്ഷേ അതെങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ വന്നവിടെ? അവരാഗ്രഹം ആശ്ചര്യപ്പെട്ടു. വില ചോദിച്ചു. അപ്പോൾ അവർ 4 ജ്യൂസിന് ഇന്ന വില, 5 ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വില, 3 ജ്യൂസിൻ്റെ വില. 3 ജ്യൂസിന് $1 പറഞ്ഞു. അങ്ങനെ $1 3 ജ്യൂസ് മേടിച്ചു. 2 പേരേ ഉള്ളൂ. ജ്യൂസ് വന്നിട്ട് ഒരു ജസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ ഈ പണം അവർ കൊണ്ടുപോയി എങ്ങനെയാ? നോക്കുമ്പോൾ അവർ കൊടുത്ത പൈസ അവരുടെ കാറിൻ്റെ മുകളിലിരിക്കുന്നു, അല്ലെങ്കിൽ കാറിൻ്റെ അകത്തിരിക്കുന്നു. ഇത് കഥകളല്ല. നിങ്ങൾ ചോദിക്കുന്നത് ദൂതന്മാർ നിങ്ങളുടെ കൈകളിൽ തരുന്ന സാധാരണ കാര്യമായി വരാൻ പോകുന്നു. എനിക്കൊരു ഏഞ്ചലിനെ കാണാം. ആ ആള് വെളിപ്പെട്ടാൽ തീ അറിയാം. തീ കൊണ്ടായിരിക്കും ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. തീ പോലെ പൊള്ളുന്ന സാന്നിധ്യം വെളിപ്പെടട്ടെ. Now in Jesus. Fire. Jakato lo roko sina barano. Re doro sinialoko. Chani andala karaba hasali andala karaba. Randhali andala karaba shoro koroni andala ba.
ഇന്ന് പകൽ മുതൽ ഇവർ സ്വപ്നങ്ങൾ കാണട്ടെ. ഒരു സ്വപ്നത്തിന് ഒരു രാജ്യത്തെ തൊടാൻ കഴിയും. സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിക്കുന്നത് അധികാരങ്ങളിലൂടെയല്ല, സ്ഥാനമാനങ്ങളിലൂടെയല്ല. ദൈവത്തിന് അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് മനസ്സിലായത്, ഒരു സ്വപ്നം, ദാനിയേലിന്റെ പുസ്തകം പറയുന്നത് ആ രാജ്യം ഒരു നിമിഷം കൊണ്ട് ഒരു സ്വപ്നം കൊണ്ടാണ് തിരിഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ടീനലിനോട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകന്റെ കാര്യം, പേര് മറന്നു, എന്തുകൊണ്ടാ പ്രവാചകന്റെ പേര്? ഷോൺ ബോൾസ് എന്ന് പറഞ്ഞൊരു ദിവാസിനെ കുറിച്ച് പറയുമായിരുന്നു. അദ്ദേഹം പോയി ഒരു രാജ്യത്തിൻ്റെ ക്രൂരനായ ഒരു നേതാവിനോട്, സൈന്യ നേതാവിനോട് ഒരു ദൂത് പറഞ്ഞ ദൂത് ഇങ്ങനെയാ. ആ സൈന്യത്തിൻ്റെ സീക്രട്ട് കോഡ്സ്, അതിലെ 6 അക്കമുള്ള സീക്രട്ട് കോഡ് അദ്ദേഹം സംസാരിച്ചു. സൈനിക മേധാവിയും അദ്ദേഹം ഞെട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് അടുത്ത വാരം പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മോള് നശിച്ചു പോയതിനുള്ള കാരണം നിങ്ങളാണെന്നാണ്. എന്നാൽ നിങ്ങളല്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. അയാൾ ആർത്ത് കരഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടില്ല വീഡിയോ, ടീനിൽ പറഞ്ഞു കേട്ടാറുവാ. അദ്ദേഹം ആ സമയം റിപ്പൻറ്റ് ചെയ്യാനിടയായി, മാനസാന്തരപ്പെട്ടു. ഒരു നമ്പർ പറഞ്ഞാൽ മതി ആളുകൾ തിരിയാൻ, ഒരു രാജ്യം തിരിയാൻ. നിങ്ങളിൽ അതുണ്ടാകട്ടെ. ഒറ്റ സ്വപ്നത്തിന് ഒരു രാജ്യത്തെ കീഴ്മേൽ മറിക്കാം. എനിക്ക് അധികാരവും സ്ഥാനവും ഒന്നും വേണ്ട. ഒരു സ്ഥലത്ത് നിന്ന് രാജപദവിയിലേക്ക് എത്താൻ ഒരു സ്വപ്നം മതി. ദൈവം അങ്ങനെയാ ചെയ്യുന്നേ. ദൈവത്തിന്റെ രീതികൾ അതാണ്. ഒരു ദർശനം, ഒരു സ്വപ്നം, ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന്റെ വാല്യൂ നിങ്ങൾ എത്ര കൊടുത്താലും മതിയാവത്തില്ല. സൗരങ്ങളെ, ഇന്ന് നിങ്ങൾ വീടുകളിൽ പോയി നിങ്ങൾ ചെയ്യേണ്ടത് മനഃപൂർവ്വമായി പ്രസൻസിനെ റിസ്റ്റോർ ചെയ്യണം. നിങ്ങൾ കർത്താവുമായി നടന്നവരാണ് എങ്കിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ റിസ്റ്റോർ ചെയ്യണം. നിങ്ങൾ എവിടെയെങ്കിലും ആ ഫെലോഷിപ്പ് നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. ഞാനിന്ന് പ്രസംഗിച്ചതുപോലെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളാകും. ശത്രുക്കൾ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ പകയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് കൊണ്ട് തരും. This is our season. This is our time. Thank you, Holy Spirit. Thank you, Holy Spirit. Lord, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ, ഇവരുടെ മേൽ നീ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി. In Jesus' name.